തരത്തിലുള്ള ആശങ്കയിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ അനുഭവിക്കുന്ന ആശങ്കകൾക്ക് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകും. സ്വാഭാവികമാണ്. ചില ആളുകൾക്ക് അവന്റെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശങ്കകളുണ്ടാവും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ആശങ്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ മാറി വരുന്ന പല നിയമങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അങ്ങനെയും ഉണ്ടാകും. വ്യത്യസ്തമായ രോഗങ്ങൾ ബാധിച്ച് മാരകമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ നിലക്കുള്ള പല ആശങ്കകളും ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്കയുമായി ഇങ്ങനെ പ്രയാസപ്പെട്ട് ബേജാറായി ജീവിക്കേണ്ടവരല്ല ഒരു വിശ്വാസി എന്നുള്ളത്. കാരണം നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ രൂപത്തിലുള്ള വ്യത്യസ്തമായ പ്രയാസങ്ങളെക്കാൾ പരീക്ഷണങ്ങളെക്കാൾ എത്രയോ വലുതാണ് മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരും ശേഷം വന്ന സ്വഹാബിമാരുമൊക്കെ സ്വഹാബ വനിതകളടക്കം ഒരുപാട് പ്രയാസങ്ങളും ആശങ്കകളും ജീവിച്ച ആളുകളാണ്. എന്നാൽ അവർക്കൊക്കെ അവർ അനുഭവിച്ച പ്രയാസങ്ങളിൽ, അവർ അനുഭവിച്ച ആശങ്കകളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളിൽ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചതും റബ്ബ് കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസമായിരുന്നു. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും അവർ അനുഭവിച്ച പല പ്രയാസങ്ങളിലൊക്കെ വിജയം അവർക്ക് കൈവരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത്. ചരിത്രത്തിലേക്ക് നോക്കിയ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, മദീനയിലേക്കുള്ള ഹിജ്റയിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ടെൻഷനുകൾ ഉണ്ടായിരുന്നു. ഹിജ്റയുടെ വിവരമറിഞ്ഞ ശത്രുക്കൾ നാനാഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കൊടുത്താൽ സമ്മാനം വാഗ്ദാനം കേട്ട് നാനാഭാഗത്തും ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന ആ ഒരു സന്ദർഭം എന്നുള്ളത്. ശത്രുക്കൾ ആ ഗുഹാമുഖത്തിന്റെ ആ മുൻഭാഗത്തുകൂടെ പോകുന്നത് അവർ കാണുന്നുണ്ട്. അവരുടെ കാലുകൾ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന അവർ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വേള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, റസൂലെ നമ്മൾ പിടിക്കപ്പെട്ടു പോകും. ആലോചിക്കണം, എത്ര വലിയ ആശങ്കയായിരിക്കും അത്, എത്ര വലിയ പ്രയാസമായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാകുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കാണ് പറഞ്ഞത്, ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്ന ഒരൊറ്റ വർത്തമാനം. സഹോദര, ആ ഒരു ഉറച്ച വിശ്വാസം അവരെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും ഏത് നിമിഷവും പിടിക്കപ്പെടുമെന്നുള്ള ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സുറാഖയുടെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന ആ സംഭവം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടിയില്ല എന്ന രൂപത്തിൽ തൊട്ടടുത്തെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട അങ്ങനെ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഒരു ശത്രു വാളുമായി വന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ആരാ രക്ഷിക്കാന്ന് ചോദിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ റബ്ബ് രക്ഷിക്കും, റബ്ബന്റെ കൂടെയുണ്ട് എന്ന ആ ഒരു വർത്തമാനം കേട്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വാൾ താഴെ വീണ് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോയി നിന്നെ രക്ഷിക്കും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സഹോദരങ്ങളെ, ഇവർക്കൊക്കെ അവരുടെ സുരക്ഷയ്ക്കുള്ള കാരണം എന്നുള്ളത് അവരെ സംരക്ഷിക്കുവാൻ റബ്ബ് കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അങ്ങനെ ഒരു റബ്ബ് സംരക്ഷിക്കുവാൻ ഉണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം അവരിൽ ഉണ്ടായിത്തീരുവാൻ ചില ഉത്തമ ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത്. ആ ഒരു ഉത്തമ ഗുണങ്ങൾ എത്രത്തോളം കാലം നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ അത്ര വരെ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും നമ്മെ അതിജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആശങ്കകളും ടെൻഷനുകളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതൊക്കെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അതിര് കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുകയും ഇടപെടേണ്ട രൂപത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസത്തെ രക്ഷപ്പെടുത്തുവാൻ റബ്ബ് നമ്മൾ കൂടെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ആ ഗുണങ്ങൾ? മുൻഗാമികൾക്കും പ്രവാചകന്മാർക്കുമൊക്കെ ഉണ്ടായിരുന്ന റബ്ബിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം, റബ്ബിൻ്റെ ഒരു പ്രത്യേക സഹായം അവർക്ക് വന്നെത്തുവാനുണ്ടായിരുന്ന ഒരു പ്രത്യേക ഗുണങ്ങൾ എന്തായിരുന്നു എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ആ ഒരു ഗുണങ്ങൾ അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി എണ്ണിപ്പറഞ്ഞ ഗുണങ്ങളാണ് അത് കൃത്യമായി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ഉറപ്പാണ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു വിഷയമാണ് പല വിഷയങ്ങളിലും ക്ഷമിക്കുന്ന ആളുകൾ, ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ സഹായമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഐഹിക ജീവിതം എന്നുള്ളത് നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതം സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്ന ആശങ്കകളിൽ നമുക്ക് ക്ഷമിക്കുവാനും അത് റബ്ബിലേക്ക് സമർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പല ആളുകൾക്കും ആ ഒരു ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് എത്ര പരീക്ഷണങ്ങൾ വന്നാലും അവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്. അവർക്ക് ആ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ജീവിതം ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിക്കണം എന്ന് അവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും പല ആളുകളെയും കണ്ടിട്ടുണ്ടാകും. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല, പക്ഷേ അവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? ഒരൊറ്റ പോയിന്റ് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മരണവും ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊക്കെ ആരോഗ്യമുണ്ട് അല്ലേ? നമുക്ക് നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, പല അവയവങ്ങളുമുണ്ട്, നമുക്ക് വീടുണ്ട്, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, നമുക്ക് ഉറപ്പാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരീക്ഷിക്കും എന്ന് റബ്ബ് ഉറപ്പിച്ച് പറഞ്ഞ സംഗതിയാണ്. ചിലപ്പൊന്നല്ല, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ വലനബലുവന്നകും എന്ന് പറഞ്ഞു. വലനബലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന പറഞ്ഞത്. അത് ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കാം. എങ്ങനെ? വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ
വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അത് പല കോലത്തിലാകും. ഭയം നൽകി പരീക്ഷിക്കും സഹോദരങ്ങളെ, ഭയം നൽകി പരീക്ഷിക്കും. പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടും, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, ജീവനഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, വിഭവ നഷ്ടങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് റബ്ബ് പറഞ്ഞതാണ്. അപ്പൊ പരീക്ഷണങ്ങൾ സഹോദരങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കും. പല രൂപത്തിലുള്ള ഭയമാണ്. ഇന്നിപ്പോൾ എല്ലാവരും SIR-ന്റെ ഒരു ആശങ്കയിലും ഭയത്തിലുള്ളത്. സഹോദരങ്ങൾ, നമ്മളത് കൃത്യമായി മനസ്സിലാക്കി അതിൽ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. ഇടപെടുക, റബ്ബിലേക്ക് സമർപ്പിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് സഹോദരങ്ങളെ ഏതൊരു വിഷയത്തിലും അമിതമായ ആശങ്ക ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ വിശ്വാസത്തിൽ വരുന്ന അവൻ്റെ യഖീന് കുറയുന്നുണ്ട് എന്നുള്ള അടയാളമായിട്ട് നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ്. കാരണം ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? നാട് കടത്തപ്പെട്ടിട്ടുണ്ട് പല ആളുകളും. ആ നാട്ടിലെ ജീവിക്കാൻ സമ്മതിക്കാതെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പൗരത്വം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു നാട്ടിലേക്ക് പോയിട്ടുണ്ടവർ. പക്ഷേ അവർക്കൊക്കെ കൃത്യമായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്, ക്ഷമിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഈ ഒരു ഗുണം അവരിൽ ഉണ്ടായി എന്നുള്ളതാണ്, ക്ഷമിക്കുക എന്നുള്ള ഗുണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പുണ്യവാന്മാരെ കുറിച്ച് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. അതായത് അവർക്ക് വിഷമതകളും ദുരിതങ്ങളും ഒക്കെ അനുഭവപ്പെടുമ്പോൾ, യുദ്ധരംഗത്ത് പോലും പല പ്രയാസങ്ങളും അനുഭവപ്പെടുമ്പോൾ ക്ഷമ കൈക്കൊള്ളുന്നവരാണോ അവരാകുന്നു പുണ്യവാന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, നമ്മൾ കൃത്യമായി കാര്യങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുവാനുള്ള ഒരു പ്രധാന ഗുണമായിട്ട് നമ്മൾ കാണണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സത്യവിശ്വാസിയുടെ കാര്യം അങ്ങേയറ്റം അത്ഭുതകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈറൻ. ഒരു സത്യവിശ്വാസിയുടെ കാര്യം അങ്ങേയറ്റം അത്ഭുതകരമാണ്. കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും അവൻക്ക് ഗുണകരമാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ. ഇത് സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും അനുഭവപ്പെടാൻ സാധിക്കൂല. ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനക്ക് ഗുണമാകുന്ന രൂപത്തിൽ അനുഭവപ്പെടുന്നത് ഒരു സത്യവിശ്വാസിക്ക് മാത്രം സാധിക്കുള്ളൂ. വിശ്വാസിക്ക് മാത്രം. അത് പറഞ്ഞത് വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ആണ്. ഒരു വിശ്വാസികൾക്കല്ലാതെ, സത്യവിശ്വാസികൾക്കല്ലാതെ ഇത് മറ്റാർക്കും അങ്ങനെ അനുഭവപ്പെടാൻ സാധിക്കുകയില്ല. എന്താ കാരണം? ഇൻ അസാബതുഹു സറാഉൻ ശകറ. ഒരു സന്തോഷം അവൻ ജീവിതത്തിലുണ്ടാവൻ ചെയ്യും, അല്ലാഹുവിനെ നന്ദി കാണിക്കുന്നു. ഫകാന ഖൈറൻ ലഹു. അങ്ങനെ അവൻക്കത് പുണ്യമായി തീരുന്നു. ഒരു സന്തോഷം വന്ന് അവ മനസ്സിലായത് അല്ലാഹുവിൽ നിന്നുള്ള സന്തോഷമാണ്, അതുകൊണ്ട് അല്ലാഹു നന്ദി കാണിക്കുന്നു, അതവനക്ക് പുണ്യമായി തീരും. എന്നാൽ വൈൻ അസാബതുഹു ദറാഅ സബറു. ഒരാൾക്കൊരു വിഷമം വന്നു, ഒരു ദുരിതം അനുഭവിച്ച് അവൻ എന്ത് ചെയ്യുന്നു? അവൻ അല്ലാഹുവിൽ അത് പിന്നെ ക്ഷമിച്ചു മുന്നോട്ട് പോയി. ആ ക്ഷമയുടെ കാരണത്താൽ അതും അവൻക്ക് ഗുണകരമായി തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വെറും ക്ഷമിച്ചിരുന്ന പോരാ, അങ്ങനെ ഒരു ഏർപ്പാടില്ല. ക്ഷമിച്ചിങ്ങനെ ഇരിക്കുക വീട്ടിൽ, ഒക്കെ റബ്ബ് ശരിയാക്കി തരും, റബ്ബ് കൂടെ ഉണ്ടാവില്ല. നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും വേണം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ക്ഷമിക്കും വേണം. ഈ രൂപത്തിൽ മുന്നോട്ട് പോയ സഹോദരങ്ങളെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ ഒരു ഗുണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഖദ് വസ്വൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. മനുഷ്യർക്കൊരു വസിയത്തായിക്കൊണ്ട് നൽകിയ നിർദ്ദേശമാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഇതൊരു വസിയത്തായിക്കൊണ്ട് വലഖദ് വസ്വൈന എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ വിഷയമാണ്. എന്താണ്? അനിത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടുകൂടി നിങ്ങൾ ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയാണ്. അപ്പൊ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് തഖ്വ? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലുള്ള നീളം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കലാണ് തഖ്വ എന്ന് പറയുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തത്,
അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കലും തഖ്വയാണ്. ഒരിക്കലും തല്ല അള്ളാഹു വിലക്കിയ കാര്യത്ത് വിട്ടുവെക്കൽ മാത്രമല്ല തഖ്വ എന്ന് പറഞ്ഞാൽ, മറിച്ച് എന്താണ്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കലും എന്താണ്, സൂക്ഷ്മതയുടെ ഭാഗമാണ്, തഖ്വയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ അവസാനം പറഞ്ഞ അള്ളാഹുവും അവന്റെ റസൂലും അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തലും തഖ്വയാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അനുവദിച്ച കാര്യങ്ങളിൽ പോലെന്താണ്, ഒരു പരിമിതപ്പെടുത്തൽ ആവശ്യമാണ്. അതിൽ നിയമം ഒരിക്കലും അത് അതിര് കടന്നുകൊണ്ട് അല്ലെ ആർഭാടം കാണിച്ചുകൊണ്ട് ദൂർത്ത് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കൽ എന്തല്ല, ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അപ്പൊ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തലും അയാളുടെ തഖ്വയുടെ ഭാഗമാണ്. അപ്പൊ ഈ രൂപത്തിൽ തഖ്വയുള്ളവരായി ജീവിച്ചാൽ അവിടെ കൂടെ റബ്ബ് ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയുക അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്. അപ്പോൾ തഖ്വയോട് ജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ സഹോദരങ്ങളെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം നാലാമതായി പറഞ്ഞ ഗുണമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 47-ാമത്തെ ആയത്ത്, 30-ാം അധ്യായം സൂറത്തുർ റൂമിന്റെ 47-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്, അത് വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു. അപ്പൊ അള്ളാന്റെ ബാധ്യതയാണെന്ത്, വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളാവുക എന്നുള്ളത് മറ്റൊരു ഗുണമാകുന്നു. കേവലം മുസ്ലിമല്ല, കേവലം വിശ്വാസിയല്ല, മറിച്ചൊരു മുഅ്മിനാകണം, സത്യവിശ്വാസികളാകണം. അവർക്കെന്തുണ്ടാകും, അള്ളാന്റെ സഹായം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ സഹോദരങ്ങൾ നമ്മൾ നമ്മുടെ ഈമാൻ കൃത്യമായി എന്ത് ചെയ്യണം, ഈമാൻ ഉറപ്പിക്കണം. യഥാർത്ഥ വിശ്വാസികളാകണമെന്നുള്ളതാണ്. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സഹോദരങ്ങളെ പല രൂപത്തിലും നമ്മളെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മോശപ്പെട്ട ഭരണകർത്താക്കളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ പലതും സഹോദരങ്ങളെ അവിടെ പല നിലക്കുമുള്ള മോശപ്പെട്ട ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്, അവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ റബ്ബ് കൂടെയുണ്ടാകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇമ്രാനിന്റെ 139-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. ദൗർബല്യം കാണിക്കരുത്, ദുഃഖിക്കരുത്. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഏറ്റവും ഉന്നതന്മാരാരാണ്, നിങ്ങളാണ്. പക്ഷെ എന്ത് വേണം, നിങ്ങൾ വിശ്വാസികളാകണമെന്നുള്ളതാണ്. കേവലം മുസ്ലിമായ പോരാ, മറിച്ച് മുഅ്മിനീങ്ങളാകണമെന്നർത്ഥം. എങ്കിലെന്തുണ്ടാകും, അള്ളാഹു നിങ്ങളെ കൂടെയുണ്ടാകും. അങ്ങനെ വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട, അങ്ങേയറ്റം ദുഃഖിക്കുകയോ പിന്നെ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, റബ്ബ് നിങ്ങളെ കൂടെ ഉണ്ടാകും. യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിനത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും വജിലത് ഖുലൂബു വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കേട്ട് കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, അവിടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ രക്ഷിതാവിങ്കൽ മേൽ അവർ ബലമേൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത്. അള്ളാഹിനെ പറ്റി പറഞ്ഞെന്ത് ചെയ്യും, അവർ പിന്നെ പേടിച്ച് നടുങ്ങും. അതോടെ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ അവിടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും, വിശ്വാസം അവർക്ക് വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും എന്നുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം. മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾ അവരൊക്കെ എന്താണ്, അവർ പരീക്ഷിക്കപ്പെടുന്തോറും അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടെന്ന്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിച്ചേക്കാണ്. അങ്ങേയറ്റം
അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന രൂപത്തിൽ അവരെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കേട്ട ചരിത്രങ്ങളാണ്. ഇല്ല, ഈർച്ചവാളുകൾ കൊണ്ട് രണ്ടായി പിളർത്തിയിട്ടുണ്ട്. തിളച്ചെണ്ണയിലേക്ക് ഓരോ കുട്ടികളെയും എടുത്തിട്ടിട്ടുണ്ട്, സ്വന്തം ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ അങ്ങേയറ്റം ക്രൂരമായ രൂപത്തിൽ പരീക്ഷിച്ചു. പക്ഷെ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ പരീക്ഷണങ്ങൾ വന്നപ്പം അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു എന്നുള്ളതാണ്. അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷണങ്ങളിൽ ആശങ്കകൾ ഒരിക്കലും നമ്മുടെ ഈമാൻ ദുർബലമാകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ എത്താൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, യഥാർത്ഥ വിശ്വാസികൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും അതോടൊപ്പം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്നും അവർ കൃത്യമായി ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. മറ്റുള്ള ആളുകളെക്കൊന്ന് പരിഗണിച്ച് അത് അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകളായിരിക്കും ആര്? യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി സഹോദരങ്ങളെ നമ്മിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കണം. ഇതൊക്കെ നമ്മുടെ കൂടെ റബ്ബ് ഉണ്ടാകണമെങ്കിൽ നമ്മിലുണ്ടായിരിക്കേണ്ട ഉത്തമ ഗുണങ്ങളെ സഹോദരങ്ങളെ. ഇന്ന് പൊതുവെ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ പോലും പല നിലക്കുമുള്ള വികലമായ വിശ്വാസങ്ങളാണ് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. റബ്ബിലേക്ക് അടുക്കേണ്ടതിന് പകരം പല മഹാന്മാരിലേക്കും ഇന്ന് ആളുകൾ തേടിപ്പോകുന്ന വലിയ പ്രയാസമുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈമാനിന്റെ ദുർബലതയാണത്. ഈമാൻ നമ്മിൽ നിന്നും കുറയും തോറും, അതോടൊപ്പം തന്നെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് ആളുകൾ കുറയും തോറും സഹോദരങ്ങളെ ശത്രുക്കൾ നമ്മെ അതിജയിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതോടെ സത്യനിഷേധികളോട് പറഞ്ഞ പല വിഷയങ്ങളുമുണ്ട്. നിങ്ങൾ സംഘം എണ്ണം കുറവാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ സത്യനിഷേധികൾ പറഞ്ഞതാണ്, നിങ്ങൾ എണ്ണം എത്ര കൂടുതലാണെങ്കിലും നിങ്ങൾക്കത് ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസിയോട് പറഞ്ഞതാണ്, നിങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല, റബ്ബ് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ സത്യനിഷേധികൾ പറഞ്ഞതാണ്, വഇൻ തഊദു നഅദു വലൻ തുഗ്നിയ അൻകും ഫിഅതുകും ശൈഅൻ വലൗ കസുറത്, നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലത്. സത്യനിഷേധി പറഞ്ഞേ, സത്യനിഷേധികൾ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി മാത്രമല്ല വലൗ കസുറത്ത്, നിങ്ങളുടെ സംഘം എത്ര എണ്ണം കൂടുതലാണെങ്കിലും എന്ത് ചെയ്യൂല, നിങ്ങൾക്കതൊരിക്കലും ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ എണ്ണം കൂടുതലുണ്ടോ എണ്ണം കുറവുണ്ടോ എന്നുള്ളത് സഹോദരങ്ങളെ ഒരു വിഷയമല്ല. മറിച്ച് ഈ ഉത്തമ ഗുണങ്ങൾ ഉള്ള വിശ്വാസികൾ കൂട്ടത്തിലുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ സഹായം നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് വലൗ കസുറത് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 19-ാമത്തെ ആയത്ത്. നമ്മളൊക്കെ കൃത്യമായിട്ട് സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും പല പല വിഷയങ്ങളും കേൾക്കുമ്പോഴും നമുക്കതിൽ ഉറച്ചു നിൽക്കുവാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനൊക്കെയുള്ള പ്രചോദനമേകുന്ന ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആയത്താണ് 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 19-ാമത്തെ ആയത്ത്. അത് നിങ്ങളുടെ സംഘം എത്ര എണ്ണ കൂടുതലാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. കാരണം എന്താണ്? അല്ലാഹു വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളുടെ കൂടെയാണ്. ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആയത്താണ്. നമുക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും ഞാനൊരു മുഅ്മിനാണോ, റബ്ബന്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു ഉറച്ച വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള ഉറച്ച വിശ്വാസവുമായി ഉത്തമ ഗുണങ്ങളുമായി മുന്നോട്ട് പോകുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ,
റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നമ്മിലുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. മുസ്ലിമാവുക, അതോടൊപ്പം തന്നെ മുഅ്മിനാവുക, അതോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പദവിയാണ് മുഹ്സിനാവുക എന്നുള്ളത്. മുഹ്സിനീങ്ങളിൽ പെടാൻ സഹോദരൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 10-ാമത്തെ അധ്യായം യൂനുസിന്റെ 26-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അതായത് സുകൃതം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇഹ്സാനോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പം ആ നിലയ്ക്ക് മുഹ്സിനീങ്ങളായി കഴിഞ്ഞാൽ വലാ യർഹഖു വജൂഹഹും ഖതറുൻ വലാ ദില്ല എന്നാണ്. അതായത് ഇരുളോ അപമാനമോ അവന്റെ മുഖത്ത് തീണ്ടുകയില്ല എന്നുള്ളതാണ്. ആലോചിക്കണം. മുസ്ലിമാകണം, മുഅ്മിനാകണം, മുഹ്സിനാകണം എന്നുള്ളതാണ്. ഇതൊരു ഓരോ രംഗത്ത് സഹോദരൻ, ഓരോ പദവിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മിൽ അത് വലിയ ഒരു മാറ്റവും വലിയൊരു പ്രതീക്ഷയും നമ്മുടെ പ്രയാസങ്ങളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു പ്രത്യേക ഊർജവും നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. ശുദ്ധ കൃത്യമായി വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല എന്നാണ്. എന്താ പറഞ്ഞത്? ഇരുളോ അപമാനമോ അവിടെ മുഖത്തെ തീണ്ടുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാകുന്നു സ്വർഗാവകാശികൾ എന്നുള്ളതാണ്. അപ്പൊ ഈ നിലയ്ക്ക് പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു കൂടെയുള്ളത് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. പിന്നെ പറഞ്ഞു മുഅ്മിനീങ്ങളുടെ കൂടെയാണ് അള്ളാഹു കൂടെയുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മുഹ്സിനീങ്ങളുടെ കൂടെ സുഹൃതവാന്മാരോടൊപ്പമാണ് റബ്ബുള്ള. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിച്ചവരോടൊപ്പമാകുന്നു, അതോടൊപ്പം തന്നെ മുഹ്സിനീങ്ങളുടെ കൂടെയുമാകുന്നു. അള്ളാഹു വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒരുപാട് ആയത്തുകൾ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആയത്തുകൾ കാണാൻ സാധിക്കും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. ഇങ്ങനെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് റബ്ബുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്ലിസീങ്ങളുടെ കൂടെ, മുഅ്മിനീങ്ങളുടെ കൂടെ, ക്ഷമിക്കുന്നവരുടെ കൂടെ, തഖ്വയുള്ളവരുടെ കൂടെയാണ് റബ്ബുള്ളത്. കൃത്യമായി നമുക്ക് ഖുർആനിൽ പല ഭാഗത്തും കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ എല്ലാവരും പല പല നിയമങ്ങളൊക്കെ മാറി മാറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പല ആശങ്കകളും നമുക്ക് ഉണ്ടാകും. ഈ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുൻഗാമികളിലൊക്കെ ഈ രൂപത്തിൽ മോശപ്പെട്ട ഭരണം കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അവർ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളാവുക, മുഅ്മിനീങ്ങളാവുക, മുഖ്ലിസീങ്ങളാവുക, മുഹ്സിനീങ്ങളാവുക. ആ നിലക്ക് ജീവിച്ചു പോയ സഹോദരങ്ങളെ, ഏത് വലിയ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും അതിലൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം സഹോദരൻ നമുക്കുണ്ടാകണം. അത് റബ്ബ് നമുക്ക് നൽകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. റബ്ബ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ആ നിലക്ക് നമ്മുടെ ഈമാനിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.